മധുരയിലെ ജന്മസ്ഥൻ എന്ന സ്ഥലത്താണ് ഭഗവാൻ ജനിച്ചത്. അപ്പോൾ ആ ഭഗവാന്റെ ക്ഷേത്രം ഇന്ന് അവിടെ കുടികൊള്ളുകയാണ്. അപ്പോൾ ഭഗവാനെ കാണുവാൻ പോകുന്നവരൊക്കെ ഭഗവാൻ ജനിച്ച സ്ഥലം മധുരാപുരിയിലാണെന്ന് പറയുമെങ്കിലും മധുരാപുരിയിൽ എവിടെയാണ്? ആ മധുരാപുരിയിലെ ജന്മസ്ഥൻ എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്നുള്ളത് എത്ര പേർക്കറിയാം? ഈ ഭഗവാൻ കാരാഗൃഹത്തിൽ ജനിച്ച ഉടനെ നന്ദഗോപരുടെ അടുത്തേക്ക് വസുദേവർ കൊണ്ടുപോവുകയാണ്. ഘോര മഴ, അതിശക്തമായ കാറ്റുകൾ, ഇതെല്ലാം തരണം ചെയ്ത് അനന്തൻ കുടപിടിച്ച് ഭഗവാനെ ആ നന്ദഗോപരുടെ വസതിയിലേക്ക് എത്തിക്കുവാൻ പെടാപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഉറക്കത്തിലാക്കിക്കൊണ്ടാണ് ഭഗവാന്റെ സഞ്ചാരം. ഇതെല്ലാം ഭഗവാൻ വിഷ്ണുവിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഭഗവാനാണ് എല്ലാത്തിനും കാരണമായി തീർന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഏതൊരു വ്യവസ്ഥ അനുസരിച്ചാണോ ഒരു ജന്മം കൊള്ളുന്നത്, ആ ജന്മം കൊള്ളുന്ന വ്യവസ്ഥ പൂർത്തീകരിക്കാനായിട്ട് അയാളുടെ ആയുസ്സും ആരോഗ്യവും എല്ലാം ആരാണ് കൊടുക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. ഈ ഭഗവാനാണ് എല്ലാത്തിനും ആധാരമായി കുടികൊള്ളുന്നത്. ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട്, കംസ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഉടലെടുക്കുകയാണ്. അത് സ്വന്തം ഗൃഹത്തിലാണെങ്കിൽ പോലും സഹോദരൻ്റെ ആ മൃത്യു അറിയുന്ന ദേവകി തൻ്റെ മകനെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നും ആ ഉദരത്തിൽ പേറുന്നതെന്നും അശരീരി കേട്ട ആ കംസൻ്റെ വേവലാതി എത്രത്തോളം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ 8 മക്കളിലെയും കൊല്ലാൻ നോക്കിയത്. ആ 7 മക്കളെയും കൊല്ലം 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്ന് അശരീരാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ കാരണം. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കർമ്മങ്ങളെ ബന്ധിക്കാനോ ഒരു കർമ്മം പൂർത്തീകരിക്കാനോ ഒരു ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നടത്തപ്പെടും, നടത്തിയിരിക്കും. ഇതാണ് തത്വം. ഈ തത്വത്തെ ഭേദീകരിക്കാനൊന്നും നമുക്കാവില്ല. ആ തത്വം അനുഭവിച്ച് കഴിഞ്ഞ കൃഷ്ണൻ ഇന്നും ആ കൃഷ്ണൻ്റെ ജന്മാഷ്ടമി നമ്മൾ വളരെ ആഘോഷപൂർവ്വമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒരു സംഹാര കർമ്മം എടുക്കുമ്പോൾ ആ സംഹാര കർമ്മത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളിൻ്റെ നക്ഷത്രവും ഷഷ്ടിയും എല്ലാം കർമ്മയോഗങ്ങൾ കൊണ്ട് വരുന്നതാകയാൽ നമുക്കെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്. എന്താണ് കൃഷ്ണ അഷ്ടമി? കൃഷ്ണൻ അഷ്ടമി നാളിൽ ജനിച്ചതുകൊണ്ടാണ് അതിനെ കൃഷ്ണാഷ്ടമി എന്ന് പറയാൻ കാര്യം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, എല്ലാ ജന്മങ്ങളിലും അല്ലെങ്കിൽ എല്ലാ അവതാരങ്ങളിലും ഇതുപോലെയൊക്കെ തന്നെ ഓരോ പക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്താണ് ആരും പറയാത്തത്? അത് പറയാത്തതിൻ്റെ കാരണം ഭഗവാൻ മാത്രമാണ് രാത്രി കൃത്യം 12 മണിക്ക് ഭൂലോകജാതനാവുന്നത്. ആ കൃത്യം 12 മണിക്കുള്ള ആ ഭൂലോകജാതകൻ്റെ സവിശേഷത വളരെ വളരെ അത്ഭുതം തന്നെയാണ്. അന്ന് ചെയ്ത അല്ലെങ്കിൽ അന്ന് ആ പെയ്ത ആ മഴയാണ് ഇന്നും ഭഗവാന്റെ ജന്മദിവസം ആ രാത്രി 12 മണിക്ക് ഒരു തുള്ളി ജലമെങ്കിലും ആകാശത്തുനിന്ന് ഭൂമിയിൽ വരും. ചിലപ്പോൾ ഭയങ്കരമായ മഴയായിരിക്കും. ഈ മഴയാണ് നമ്മൾ കൃഷ്ണ അഷ്ടമിയായിട്ടും എല്ലാം ആഘോഷിക്കുന്നത്. ആ ആഘോഷിക്കുന്ന സകല ജീവജാലങ്ങളും ഉറങ്ങിയതിന് ശേഷമാണ് ഭഗവാന്റെ ജന്മം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് കൃഷ്ണാഷ്ടമി നമ്മൾ എത്രത്തോളം എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് ഭഗവാനെ എതിരേൽക്കണം, അത് വളരെ സന്തോഷപൂർവ്വമായി നമ്മൾ ആഘോഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.